എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിന്റെ എപ്പിസോഡ് 195 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണിക്കുന്നത് യാവക്ലാലിലെ എൽഡർ ഒരു മരുഭൂമി പോലെയുള്ള അങ്ങോട്ട് വന്നതാണ്. അവിടെ കണ്ട് ഷോക്കായി പോയി. കാരണം എന്തോന്നും ഉണ്ടായിരുന്നു അങ്ങോട്ട്. മറ്റു രണ്ട് ക്ലാനിലെ എൽഡേഴ്സ് അവരും വരുന്നുണ്ട്. അവര് ഷോക്ക് ആ കാഴ്ച അതെന്തായിരുന്നെന്ന വൺ ഓഫ് ദ 8 ഏൺസിന്റെ ക്ലാനിലെ ഒരു ക്ലാനായ സ്റ്റോണ് അല്ലെങ്കിൽ എർത്ത് ക്ലാൻ ടോട്ടലി വൈപ്പായതാണ്. ഒരു അംശം പോലും ഇല്ലാതെ അവിടെ മരുഭൂമിയാക്കി കളഞ്ഞു. ആരാണ് ചെയ്തതെന്ന് അവർക്കറിയില്ല. മുൻപ് സ്പിരിറ്റ് ക്ലാൻ 10 വർഷങ്ങൾക്ക് മുൻപ് നടന്നത് അതേപോലെ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നില്ല. അവരുടെ ഉള്ളില് പേടിയായി തുടങ്ങി. ഉടനെ അവരുടെ ലീഡേഴ്സിനെ അറിയിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പോകാൻ നേരെ യാവക്ലാലെ എൽഡർ അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു. ഇയാളാകും കള്ളൻ എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. ചുമ്മാ പറഞ്ഞാണ്. ഓക്കെ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഗൂ ക്ലാനാണ്. അവരറിഞ്ഞ സ്റ്റോൺ ക്ലാൻ വൈപ്പായത്. ഒരു ഏൻഷ്യന്റ് ക്ലാനിലെ തന്നെ ഒരു ക്ലാനായ ഇതും ഒരു ട്രേസ് പോലും ഇല്ലാതെ ഡിസപ്പിയർ ആയത് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങോട്ട് ഗൂഷ്യം വന്നിട്ട് തണ്ടർ ഫയർ യാവോ ക്ലാൻ ചേർന്ന് ക്ലാൻ അലയൻസ് രൂപീകരിച്ചത് പറയുകയാണ്. ഇത്ര വർഷത്തിനിടയിൽ ഇങ്ങനെയൊന്ന് ആദ്യമായിട്ടാണ്. എന്നാൽ ഗൂ ക്ലാനെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കേ ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ. ഗോയുമാൻ ആലോചിച്ചിട്ട് കാര്യം മനസ്സിലായി. ആ എൽഡർ കറക്റ്റ് കാര്യം പറയുന്നുണ്ട്. ഫുൻ ക്ലാൻ അവരെ ഒരേപോലെ കൾപ്രിറ്റായിട്ട് കാണുകയാണ്. അവിടെ ഉള്ളവർ പറയുന്നുണ്ട് അവർക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്ന ഹുൻ ക്ലാനുമായിട്ട് ചേർന്നു എന്നത് പറയുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. ഒന്നെന്നാ അത് സത്യമല്ല എന്ന് തെളിയിക്കാൻ അത് കഴിയുന്നില്ല. അവരോട് ഹുൻ ക്ലാന്റെ നീക്കം ചോദിക്കുകയും സ്പിരിറ്റ് ക്ലാന്റെ ഡിസപ്പിയറിന് ശേഷം ഹുൻറിയം അവരുടെ ആൾക്കാരെ വെച്ച് നന്നായിട്ട് നിരീക്ഷിച്ചു. എന്നാൽ അങ്ങനെ ഒരു മൂവ് നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അവർക്കൊന്നും പിടിയിടുന്നില്ല സംഭവം എന്താണെന്ന്. ഹുൻ ക്ലാനും ഗൂ ക്ലാനും മാത്രമാണ് പീക്ക് ഡൗൺ 9 സ്റ്റാർ ഡൗസേന്റ് ആയവരും ഉള്ളത്. അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് മാത്രമേ ഒരു ഏൻഷ്യന്റ് ക്ലാനിനെ തന്നെ പോലും ഇല്ലാതാക്കാനുള്ള പവർ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റു ക്ലാനിലെ അവരെ സംശയിക്കുന്നത്. അവരുടെ ഭാഗത്തും തെറ്റ് പറയാൻ പറ്റില്ല. ഗോയുവാനും മതി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കി അവയെ കൂടുതൽ അത് സംശയത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ആർമി കൂട്ട് പവർ കൂട്ട് ഡിഫൻസ് സെറ്റാക്കി അവര് പറഞ്ഞു വിട്ട് ഹുൻ ക്ലാൻ ആണ് എന്നത് ഗൂ ക്ലാൻ അറിയാം. അതിനുശേഷം കാണിക്കുന്നത് ഹുൻ ക്ലാനിലെ അവിടെയാണ്. ഹുൻമേഷന് കുറച്ച് ഡൗസെന്റ് ആയവരോടൊക്കെ ദേഷ്യം കാണിക്കുകയാണ്. എന്തിന് ഹുൻമേഷങ്ങ് ടോട്ടലി തോറ്റ പോലെയാണല്ലോ. ആ കലിപ്പ് അത് ഇരിക്കുകയാണ്. ടീം ലോട്ടസ് വളയം കിട്ടിയില്ല. ആ ബാറ്റിലും തോറ്റു. അവരെ പറഞ്ഞു വിട്ട് അപ്പോൾ ഉണ്ട് അങ്ങോട്ട് മറ്റൊരു എൽഡർ വരികയാണ്. 6 സ്റ്റാർ ഡൗസെന്റ് ആയ ഹുൻഷെൻമോ പ്ലാൻ മാസ്റ്റർ നല്ല ദേഷ്യത്തിലാണല്ലോ. അയാളെ കണ്ട് ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ല. ഷിൻമോ എന്നാ നിനക്ക് ഇത്ര ദേഷ്യമാണ്. ആ ഫ്ലെയിം കിട്ടിയില്ല. ആ ബാറ്റിൽ തോറ്റു. സ്കൈ മാൻഷനെ റൈസ് ആക്കി. പ്ലാനിൽ നിന്ന് സാറ്റിസ്ഫൈ ആയ ഒന്നും കിട്ടിയില്ല. അതിന് ഹുൻമേഷങ്ങ് എന്നെ മാത്രം പറയാൻ പറ്റില്ല. എന്റെ കൂടെ വന്നവര് വളരെ ലേസി ആയിരുന്നു. ഒറ്റയ്ക്ക് അത്ര പേരെ അടിച്ചിടാന്ന് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ വന്നത് നിന്നെ ബ്ലെയിം ചെയ്യാനല്ല. ഡീമൺ ഫ്ലെയിം ഇട്ട സെറ്റില് നിന്ന് എന്തൊക്കെയോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് കേട്ട് ശിവൻ ഇപ്പോഴും എന്ന് പറയേ അയാള് ആ ഡീമൺ ഫ്ലെയിം സ്പേസില് അങ്ങനെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. ഹുൻമേഷിങ് കേട്ടിട്ട് അവനത് എടുത്തോണ്ടോ ടോപ്പ് ടയർ ഹെവൻലി ഫ്ലെയിം അത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ വന്ന അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലാനുള്ളവര് ഇങ്ങോട്ട് വിട്ടത് എന്തിനാണെന്നാ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിക്കുന്നു. അതുകൊണ്ട് ഹുൻമേഷിങ് ഞെട്ടി ഇത് വെച്ച് നീ എന്താണ് എന്ന് എനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞ് അത് ഹുൻമേഷിങ്ങിന്റെ ഉള്ളിലേക്ക് ആക്കുന്നു. പെട്ടെന്ന് ഹുൻമേഷിങ് പവർഫുൾ ആയതുപോലെ ഒരു കാര്യം മനസ്സിലായി. അതൊരു ഹെവൻലി ഫ്ലെയിം ആണ്. അല്ല, അതൊരു ഹെവൻലി ഫ്ലെയിമിന്റെ സീഡാണ്. അതായത് ഒരു പാർട്ട് ടോപ്പ് 3 ആണ് പ്യൂരിഫൈങ് ലോട്ടസ് ഫ്ലെയിമെങ്കിൽ ഇത് ടോപ്പ് 2 റാങ്ക് ആയ ദ നിഹിലിറ്റി ഡിവോറിംഗ് ഫ്ലെയിമിന്റെ സീഡാണ്. അതായത് ചെറിയൊരു പാർട്ട്. അത് വെച്ചിട്ട് പവർഫുള്ളായി ഞാൻ കാണിച്ചു തരാം. സംഭവം എന്നാ അത് യഥാർത്ഥ ഹെവൻലി ഫ്ലെയിം കിട്ടിയെന്നല്ല, അതിന്റെ ഒരു പാർട്ട് വെച്ച് അവൻ സ്ട്രോങ് ആയി. ഹുൻമേഷിങ് സ്ട്രോങ് ആയി. അതിനുശേഷം ഫാൽ സ്റ്റാർ പവലിയന് അവിടെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. മാസ്റ്റർ ശിവാനി ഇത്ര നാളായിട്ട് അലയൻസ് ആയിട്ടും ഉള്ള സോൾഹാളും ആയിട്ടുള്ള ഫൈറ്റ് കൂടുതൽ അലയൻസിനെ സ്ട്രോങ് ആക്കി അങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് ഒരു എനർജി ഫ്ലഷ് സ്റ്റേഷൻ കാണിക്കുന്നത്. അത് ഇൻഷ്യാന്റെ അവിടെ നിന്നായിരുന്നു. അവൾ ഫൈനലി 1 സ്റ്റാർ ഡൗസെന്റിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് ഹെൽപ്പ് ആയത് ആ ഡീമൺ സെയിന്റിന്റെ പ്യുവർ ബ്ലഡ് ആണ്. മാസ്റ്റർ പറഞ്ഞിട്ട് ഡീമൺ സ്പേസിൽ എന്തായെന്ന് ചോദിക്കുക. സിയോൻ എന്ന് പറഞ്ഞ മെസ്സേജ് അവളുടെ ഡ്രാഗൺസ് ഇല്ല അതിപ്പോഴും നോർമലാണ് എന്ന് മാസ്റ്റർ അതിന്. അപ്പോൾ അവൻ സേഫ് ആണ്. എന്നാൽ പെട്ടെന്നാണ് ഒരു ബാഡ് അവൻ ഫീൽ ചെയ്യുന്നു. നോക്കുമ്പോണ്ട് ആകാശമൊക്കെ ഇരുണ്ടു വരുന്നു. അത് സോളുകളിൽ നിന്നാണ് എന്നത് അവർക്ക് മനസ്സിലായി. അതൊരു ഇൻഫർമേഷൻ പോലെ ആയിരുന്നു. അല്ല, അതൊരു വാർണിംഗ് ആയിരുന്നു. ഫാളിംഗ് സ്റ്റാർ പൗലിയൻ ഒരു ലൈഫ് ആൻഡ് ഡെത്ത് ബാറ്റിൽ ഒരുങ്ങാനാണ് പറഞ്ഞു വരുന്നത്. അവരെന്താണ് സഡൻ മൂവ് ചെയ്യുന്നതിന് സോളുകൾ വരുന്നതും പോകുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിന് പിന്നിൽ ഹുൻ ക്ലാൻ തന്നെയാകും എന്ന് പറയുകയാണ് എൽഡർലിന്. എന്തു തന്നെയായാലും കോയിൻ
ഫെയറി ഷിന്നും പറയുന്നുണ്ട് അവര് ഡയറക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ അറ്റാക്ക് ചെയ്യുമെങ്കിൽ എന്തോ വലുത് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണെന്ന്. ശിവയും ജീവനോട് ഉണ്ടോ എന്ന ഡൗട്ട് അവർക്കുണ്ട്. അവൻ വരുന്നതിന് മുൻപ് ഫാളിസ്റ്റാർ പോലെ വീഴ്ത്തണം എന്നതാണ്. മാസ്റ്റർ അവരോട് ഈ ഫൈറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. 2 ഡേ എല്ലാവരും സെറ്റാകണം. ഡീമൺ സ്പേസിലേക്ക് ആളെ വിട്. ഷിയോനെ വരുന്നത് വരെ ഹോൾഡ് ചെയ്തേ പറ്റൂ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഷിയോയാനുള്ള ഡീമൺ സ്പേസ് ആണ്. അവരവിടെ പ്യൂരിഫൈങ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിം എടുക്കുന്ന സമയം ഓവർഫ്ലോ ആയിട്ട് വന്ന എനർജി യൂണർ കൂടി ഹെൽപ്പ് ചെയ്തായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കൾട്ടിവേഷൻ നടന്ന യൂണർ 4 സ്റ്റാർ ഡൗസൻഡിലേക്ക് എത്തി. അതേസമയം ഷിയോയൻ 2 സ്റ്റാർ നിന്ന് 5 സ്റ്റാർ ഡൗസൻഡിലേക്ക് എത്തി. അതിലെ ലോ ലെവലിൽ. ഹൗ അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അതൊരു ഹെവൻലി ഫ്ലെയിം ആണല്ലോ. ഹെവൻലി ഫ്ലെയിം വെച്ചാണ് മുൻപ് ഷിയോയൻ ലെവലപ്പ് കൂട്ടിയിരുന്നത്. യൂണറിനോട് ആ ടൈമിന് ഹെൽപ്പ് ചെയ്തത് നന്നായി, അല്ലെങ്കിൽ അവൻ ഡെഡായി എന്ന് പറയേ. ഞാൻ കൂടെ എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ നോക്ക് എനിക്ക് ലെവലപ്പായി. അവളുടെ ഡ്രസ്സൊക്കെ മാറിയിരുന്നു. ലുക്ക് തന്നെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കി. ഷിയോയൻ എന്നാൽ ഇപ്പോഴും നോർമൽ തന്നെ. അവൻ ആ ഹെവൻലി ഫ്ലെയിം കൂടി എടുത്തപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയി. ആ ഫ്ലെയിം അവേക്കാൻ ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോഴാണ് അത് വരുന്നില്ല. അവന്റെ ഉള്ളത് ആയില്ലേ. അവന്റെ ഉള്ളതായിട്ടേ കാണുന്നില്ല. ടെൻഷനായിട്ട് പിന്നെയും നോക്കുന്നു. എന്നിട്ട് കാര്യമുണ്ടല്ല. ആ ഫ്ലെയിം മാത്രമല്ല ഒരു ഫ്ലെയിമും കാണുന്നില്ല. അവൻ നന്നായിട്ട് ടെൻഷനായി. അപ്പോണ്ട് അവന്റെ ഉള്ളിൽ നിന്ന് അൺകൺട്രോൾ ആയിട്ട് ഫ്ലെയിം വരാനായിട്ട് തുടങ്ങി. യൂണർ അടുത്ത് വരെ അവളെ തടഞ്ഞ് ഇത് ഡേഞ്ചറാണ്. എല്ലാ ഫ്ലെയിംസും അവന്റെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അവരെന്താ നടക്കുന്നതെന്ന് നോക്കി നിൽക്കാണ്. അപ്പോഴാണ് ആ ഫ്ലെയിം എല്ലാം കൂടി മെർജാകാൻ തുടങ്ങി. എന്നാൽ നോർമലി ഫ്ലെയിം അത് മെർജാകുമ്പോൾ വേറൊരു നിറത്തിലാണ് വരുന്നതെങ്കിൽ, എന്നാൽ ഇവിടെ അങ്ങനെയല്ലായിരുന്നു നടന്ന്. ഫസ്റ്റ് ടൈം അത് അങ്ങനെ അല്ലാതെ ഒരു ലിറ്റിൽ ഹ്യൂമന്റെ രൂപത്തിൽ ആ ഫ്ലെയിം വരികയാണ്. എന്താ നടക്കുന്നത് എന്ന പോലെ ആ ലിറ്റിൽ ഡീമൻ അങ്ങനെയാണ് ശിവയെ വിളിക്കുന്നത്. അത് എന്താണെന്ന് പറയുന്നു. അത് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ വാ എന്ന് പറഞ്ഞ് വരികയാണ്. അതിന്റെ തൊട്ടത് അവന്റെ ഉള്ളിലേക്ക് ആ ഫ്ലെയിം പോകുന്നുണ്ട്. അതുമായിട്ട് കണക്ഷനുണ്ട് എന്നത് ശിവന് മനസ്സിലായി. അപ്പോഴാണ് യൂണർ ചിലപ്പോൾ ഇത് ആ പല വേരിയന്റ് ഹെവൻലി ഫ്ലെയിം ചേർന്ന് ഉണ്ടായതാകണം. ചില ഹെവൻലി ഫ്ലെയിമിന് ഹ്യൂമൻ രൂപത്തിലേക്ക് മാറാൻ കഴിയും. ഇതിന്റെ ഓറ ഗോൾഡ് എംബ്രർ ഇൻസർനേറ്റീവ് ഹെവൻലി ഫ്ലെയിമായിട്ട് എന്തോ കണച്ചുള്ളത് പോലെ. അതായത് ഒന്നാമത്തെ 4th റാങ്ക് ഹെവൻലി ഫ്ലെയിമാണ് യൂണറിന്റെ കയ്യിലുള്ളത്. അതിന് കാരണം അവന്റെ കൂടെ ആ ഫ്ലെയിം റിഫൈൻ ചെയ്യാൻ അവളും ഉണ്ടായിരുന്നല്ലോ, അതാണ് എന്ന് മനസ്സിലാക്കി അത് കൊടുത്തു. അവളുടെ അച്ഛൻ വഴി മനസ്സിലായത് വെച്ച് ചില ഫ്ലെയിം ഇതിന് ഫിസിക്കൽ രൂപം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവളാണ് ഇനി അവൻ ബുദ്ധ ലോട്ടസ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് കേട്ട് ആ ലിറ്റിൽ ടീമായി ഈ വാ എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ അത് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് അതിശയിച്ചു പോയി. യൂണർ അപ്പോൾ ഇത് സീക്രട്ടായിട്ട് ഷിയോനിൽ നിന്ന് പഠിച്ചെന്ന് പറയുകയാണ്. അത് ഈവ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നു ഒന്നല്ല രണ്ടല്ല 10 എണ്ണം. അതുകൊണ്ട് എനിക്ക് ഇത്ര സമയം കൊണ്ട് പോലും ഇത്ര ഉണ്ടാക്കാൻ പോലും കഴിയില്ല. അങ്ങനെയെങ്കിൽ അനിഹിലേഷൻ ഫ്ലെയിം അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. അതുമായിട്ട് കണക്ട് ആയതുപോലെ അത് മിക്സ് ആയിട്ട് ഒരു പവർഫുൾ ആയ അനിഹിലേഷൻ ലോട്ടസ് ഫ്ലെയിം അത് ഉണ്ടാക്കി അത് പിന്നെ മുകളിലേക്ക് വിട്ട് അതവിടെ പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ എഫക്റ്റില് അവരും പുറകോട്ട് പോയിരുന്നു. അത് വന്ന് ഒരു നിൽപ്പ് ഈ വാ അങ്ങനെ അത് കേൾക്കാൻ നല്ല രസമാണ്. ഷിയോന്റെ അവന്റെ കമാൻഡ് എല്ലാം കേൾക്കുന്നുണ്ട്. അവൻ ഫുള്ള് പവർഫുൾ ആയി ഇതുപോലെ. അതേപോലെ തന്നെ അവന് ഫുൾ പവർ ഉപയോഗിക്കാതെ തന്നെ ഫസ്റ്റ് ഇനി മുതൽ ചെയ്യാൻ പറ്റും. ഷിയോന്റെ അടുത്തേക്ക് വന്ന് ഇതിന്റെ ഇന്റലിജന്റ് കുറവാണ്, അത് ഗ്രോയാകും. ഇതിന് പേരിടാൻ പറയുമ്പോൾ അത് ഈവ എന്നല്ലേ പറയുന്നേ. അതുകൊണ്ട് തന്നെ ഷവി എന്ന് വിളിക്കാം. എന്നാൽ അതിന് ഇഷ്ടമായില്ലെന്ന പോലെ ചൈനീസിൽ ഷവ് എന്ന ലിറ്റില് അല്ലെങ്കിൽ കൊച്ച് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അത് അതിന്റെ ഉള്ളിലേക്ക് പോയി വല്ലാണ്ട് ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അവളോട് നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകാം, ലോങ് ആയിട്ട് ഇവിടെ ട്രെയിൻ ചെയ്തു. യൂണറപ്പോൾ പ്ലാനിൽ പ്രശ്നം ഉണ്ടാകാം. അച്ഛനോട് വല്ലാതെ പറഞ്ഞിട്ട് സോൾവ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.